എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലോഞ്ച് പെണ്ണ് അവൾ ആഞ്ഞു തുമ്മി ആ മോൺസ്റ്റർ ലേഡിയായി മാറും. അതിനുശേഷം അവൾ ഗൺ പോയിന്റിൽ നിർത്തി നമ്മുടെ ബൊൽമ അവൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു പ്രീഷ്യസ് സ്റ്റോണ് ഇതുമായിട്ട് ആ നേവി ഹെലികോപ്റ്റർ എടുത്ത് അവിടുന്ന് കടന്നു പോകും. അപ്പാപ്പനാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും, ഓ നോ എന്റെ സ്റ്റോൺ അതെനിക്ക് നഷ്ടമായി. മൊട്ടപ്പനാണെങ്കിൽ ഇവരെല്ലാവരെയും സമാധാനിപ്പിക്കും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും അവളൊന്ന് തുമ്മി കഴിയുമ്പോൾ നോർമലാവും, അവൾ തിരികെ അത് ഇവിടേക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെ അവരെല്ലാവരും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിച്ച് മുകളിലേക്ക് നോക്കി നിൽക്കുന്ന അതേ സമയം വീടിന്റെ സൈഡിലായി ആ ബ്ലൂ ക്യാപ്റ്റൻ അവനാണെങ്കിൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും മനസ്സിലാക്കി അങ്ങനെ പതുങ്ങിയിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാരെല്ലാവരും ടേബിളിന് ചുറ്റും ഇരുന്ന് ഹായ് ആയിട്ട് ഫുഡ് കഴിക്കുകയാണ്. മാസ്റ്റർ റോഷി മാത്രം അണ്ടർവയസിലേക്ക് നോക്കി ചില പകൽക്കിനാവുകളൊക്കെ കാണും. ഗോക്കുവിനോടാണെങ്കിൽ അവർ ചോദിക്കും, നീ ഇനിയും ഡ്രാഗൺ ബോൾ അന്വേഷിച്ച് പോവാണോ? നിന്റെ ഗ്രാൻഡ് പേയുടെ ആ 4 സ്റ്റാറുള്ള ഡ്രാഗൺ ബോൾ. അതിനാവും പറയും, അതെ, അതാണ് എന്റെ ലക്ഷ്യം, എന്തായാലും എനിക്കിത് കണ്ടെത്തിയേ പറ്റൂ. ബൊൽമയാണെങ്കിൽ തീർത്തു പറയും, ഇതോടുകൂടെ നിന്നോടൊപ്പമുള്ള എന്റെ യാത്ര ഞാൻ അവസാനിപ്പിക്കുകയാണ്, എനിക്ക് എത്രയും വേഗം ഇതിലേക്ക് തിരികെ പോകണം. ക്യാപ്റ്റൻ റോഷി അതിനുള്ള കാര്യങ്ങൾ അത് ചെയ്യ്. അതിന് ക്യാപ്റ്റൻ പറയും, ലോഞ്ച് പോയിരിക്കുകയാണ്, അവൾ വന്നതിന് ശേഷം നമുക്കത് ആലോചിക്കാം. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ നേവി ക്യാപ്റ്റൻ ബ്ലൂ അവനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ കയറുകൾ എടുക്കും. അതിനുശേഷം അവൻ്റെ പവർ ആ കയറുകൾക്ക് നേരെ ഉപയോഗിക്കുകയാണ്. യഥാർത്ഥ സ്ട്രെങ്ത്തും പവറും എന്താണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ ആ കയറ് ഇപ്പം അകത്തേക്ക് കടത്തിവിടും. അതേസമയം ബുൽമയാണെങ്കിൽ മാസ്റ്ററിനോട് പറയും, ഉറപ്പായാലും എത്രയും വേഗം ഇവിടുന്ന് പോയേ പറ്റൂ, എനിക്കെൻ്റെ അച്ഛനെ കാണണം, അമ്മയെ കാണണം, എനിക്കെൻ്റെ ലാബിലേക്ക് തിരികെ പോകണം. ആ ലോഞ്ച് പെണ്ണ് അവൾ വന്നാൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഇതിന് മാസ്റ്റർ പറയും, അതെ അവൾ വരണം, അല്ലാതെ നിനക്ക് പോകാൻ കഴിയില്ല, കാരണം അവളുടെ കയ്യിലാണ് ഇപ്പോൾ ആ ഹെലികോപ്റ്റർ ഉള്ളത്. ആമയാണെങ്കിൽ ഇപ്പോൾ അവളെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എനിക്ക് സാവധാനത്തിൽ പോയാൽ മതിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ കടൽക്കരയിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറയും. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഉടനെ ഗോക്കുവിനാണെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തോ ഒരു സ്മെല്ല് ഫീൽ ചെയ്യാണ്. അവൻ ആ കാര്യം ഒട്ടപ്പനോട് പറയും. ഒട്ടപ്പനാണെങ്കിൽ അവനോട് പറയും, എനിക്ക് അത്തരത്തിൽ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഗോക്കു അവൻ്റെ കയ്യിലുള്ള ഡ്രാഗൺ ബോൾ അത് മാസ്റ്ററിന് നേരെ നീട്ടും. ഞാൻ എൻ്റെ ഡ്രാഗൺ ബോൾ അത് കണ്ടെത്തുന്നവരെ നിങ്ങൾക്ക് ഈ ഡ്രാഗൺ ബോൾ കൂടെ ഇവിടെ സൂക്ഷിച്ചൂടെ? അതിന് മാസ്റ്റർ ഓഷി പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാനത് ഇവിടെ സൂക്ഷിക്കാം. ഒട്ടപ്പനാണെങ്കിൽ ടെൻഷനായി ഇപ്പം മാസ്റ്ററോട് പറയും, ആ നേവിക്കാർ തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ച് ഇവിടേക്ക് വരും, അവർ നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മാസ്റ്റർ ക്യാഷ്വലായിട്ട് പറയും, യാതൊരു കാരണവശാലും എന്നെ തോൽപ്പിക്കാൻ അവരെ കൊണ്ടാവില്ല, നിങ്ങൾക്കറിയില്ലേ എൻ്റെ പവർ അത് എത്ര മാത്രമാണെന്ന്. അത് കേട്ട് അവരെല്ലാവരും ഹാപ്പിയാവും. ഗോക്കു ആണെങ്കിൽ ആ ഒരു ഡ്രാഗൺ ബോൾ അത് മാസ്റ്റർ റോഷി ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം ആ ഒരു നേവി ക്യാപ്റ്റൻ ബ്ലൂ അവൻ അയച്ച കയറുകൾ അത് നമ്മുടെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് അങ്ങനെ വരിഞ്ഞു മുറുക്കുകയാണ്. ഓ നോ, ഇവിടെ ഇതെന്താ സംഭവിക്കണേ? ഈ കയറുകൾ അത് എവിടുന്ന് ഒന്നും ചിന്തിച്ച് അവർ കൺഫ്യൂസ്ഡ് ആവും. ആ കയറാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വരിഞ്ഞു മുറുക്കി ഒന്നുമായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഗോകുവിന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ അത് പതിയെ താഴേക്ക് ഉരുണ്ടു പോവും. അത് ഉരുണ്ടുരുണ്ട് ഇപ്പൊ ആ ബ്ലൂവിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. കാണേണ്ട താമസം നമ്മുടെ ആൾക്കാർ ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഓ നോ, നീ ആ ഗുഹയ്ക്കുള്ളിൽ വീണ് മരിച്ചില്ലേ? നീ വീണ്ടും ഇവിടേക്ക് എത്തിയോ? അതിനവനാണെങ്കിൽ അത്ര വേഗമൊന്നും മരിക്കില്ല, ബാക്കി ഡ്രാഗൺ ബോൾ അതും കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ ആ ഡ്രാഗൺ ബോളിലേക്ക് നോക്കും. വാവ്, ഇത് ശരിക്കും മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. പുറകിലുള്ള ആ വാർഡ്രോബ് അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവരതിന്റെ സ്ലൈഡിംഗ് ഡോർ തുറന്ന് അതിനുള്ളിൽ നിന്ന് ഡ്രാഗൺ ബോൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അവനൊരു ബാഗ് കാണും. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി 2 ഡ്രാഗൺ ബോൾസ് അത് ആ ബാഗിലുണ്ട്. വാവ്, നിങ്ങളിത് ബാഗിലാക്കിയത് വളരെ നന്നായി, ബാഗോട് കൂടെ ഞാനിത് കൊണ്ടുപോവാണെന്ന് പറഞ്ഞ് അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. ബൊൽമയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്കെന്തിനാ ആ ഡ്രാഗൺ ബോൾസ്? അത് ഞങ്ങളുടേതാണ്, ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടെത്തിയതാണ്. അതിനാ നേവിക്കാരൻ പറയും, ഇത് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷനാണ്, എനിക്കിത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഇനി വെറുതെ ഇതിനെക്കുറിച്ച് ഓർത്ത് ആലോചിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവനൊരു ടൈം ബോംബ് അവിടെ സെറ്റ് ചെയ്യും. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞ് അവൻ പുറത്തേക്ക് വന്ന് ആ ഹെലികോപ്റ്ററുമായി അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കും. ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, അത് വെറും 3 എണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള 7 എണ്ണം, ബാക്കിയുള്ള 4 ഡ്രാഗൺ ബോൾ അതുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലക്ഷ്യം അത് നിറവേറ്റാൻ കഴിയൂ. അത് ഞങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും, സോ ഞങ്ങളെ കൊല്ലരുത്. ഇത് കേട്ട് അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ നോക്കി പരിഹസിച്ചിരിക്കും. നിങ്ങളുടെ സഹായം ഇനി എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ കടന്നു പോവാണ്. ഇവിടെ മാസ്റ്ററും ബുൽമയും ഗോക്കുവും അപ്പനും ആമയും എല്ലാവരും ചേർന്ന് പഠിച്ച പണി 18 നോക്കിയിട്ടും ആ ഒരു കയറ് പൊട്ടിക്കാൻ മാത്രം അവരെ കൊണ്ട് കഴിയില്ല. മാസ്റ്റർ ആണെങ്കിൽ അവരുടെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അത് പൊട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഗ്യാസ് റിലീസായി ചുറ്റുമുള്ളവർ അടിച്ച് താഴെ വീഴുകയാണ്. അപ്പോഴായിരിക്കും ദൈവദൂതനെ പോലെ പുറത്തേക്ക് പോയ ലോഞ്ച് അവൾ തിരികെ ഫ്ലൈറ്റുമായിട്ട് എത്തുക. നമ്മുടെ ആൾക്കാരാണെങ്കിൽ വിളിച്ചു പറയും, ലോഞ്ച് ഓടിവായോ, എത്രയും വേഗം ഞങ്ങളെ രക്ഷിക്കുക. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് വാല്യുബിൾ സ്റ്റോൺ എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഉടനെ ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, ആ കാണുന്നത് ഒരു ടൈം ബോംബാണ്, എത്രയും വേഗം നീ അത് പുറത്തേക്ക് എടുത്തുകള. അത് കേട്ട് അവള് ടൈം ബോംബ് എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിന് ഭയങ്കര ഭാരമാണ്, അവളെ കൊണ്ട് അത് ക്യാരി ചെയ്യാനായിട്ട് കഴിയില്ല. ഉടനെ അവള് ഒരു കത്തി എടുത്ത് ഗോകുവിന്റെ പുറയിലുണ്ടായിരുന്ന കയറ് അതാണെങ്കിൽ അറക്കാൻ ശ്രമിക്കുകയാണ്. അത്
അത് വളരെ ടൈറ്റാണ്. അവൾ ഒരുപാട് പണിപ്പെട്ട് ആ കയർ അറക്കും. ബോംബ് പൊട്ടാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഗോക്കു ആണെങ്കിൽ ഓടി വന്ന് ആ ടൈം ബോംബ് തൂക്കിയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അത് ആകാശത്ത് നിന്ന് പൊട്ടിത്തെറിക്കും. ഗോക്കു ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് എത്രയും വേഗം ആ ഡ്രാഗൺ ബോൾസ് അത് തിരികെ പിടിക്കണം, ഞാൻ അതുമായി മടങ്ങി വരുന്നു പറഞ്ഞ് അവൻ ഫ്ലൈയിങ് നിംബസിനെ വിളിച്ചു വരുത്തി ഇപ്പോൾ ആ ക്യാപ്റ്റൻ ബ്ലൂവിനെ അന്വേഷിച്ച് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. ഗോക്കു ആണെങ്കിൽ നല്ല സ്പീഡിൽ അങ്ങനെ അവനെ ഫോളോ ചെയ്ത് പറക്കുകയാണ്. ഗോകു ചുറ്റും നോക്കും, അവന്റെ പൊടി പോലും കാണാനില്ല. വീണ്ടും ഫ്ലൈയിങ് നിംബസിന്റെ സ്പീഡ് കൂട്ടി അവൻ മുൻപോട്ടേക്ക് കുത്തിക്കും. അപ്പൊ ദൂരത്തായിട്ട് ക്യാപ്റ്റൻ ബ്ലൂവിന്റെ ആ ഹെലികോപ്റ്റർ അതവൻ നോട്ടീസ് ചെയ്യാണ്. ഇവിടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ ഹായ് ആയിട്ട് ഒരു കോഫിയൊക്കെ ഇട്ട് കുടിക്കുകയാണ്. വാവ്, അങ്ങനെ സ്ട്രെസ്ലെസ് ആയി ഞാൻ 3 ഡ്രാഗൺ ബോൾസും ഈസി ആയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനറലിന് ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. എനിക്ക് കിട്ടാൻ പോകുന്ന പാരിതോഷികം അത് വളരെ വലുതാണ്. എന്റെ റാങ്ക് അത് ഇനിയും ഹയ്യാവൊന്ന് ചിന്തിച്ച് അവൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും അവന്റെ റഡാറിൽ എന്തോ ഒന്ന് അവനെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് അവൻ ശ്രദ്ധിക്കുക. അവനത് എന്താണെന്ന് ചെക്ക് ചെയ്യും. അടുത്ത നിമിഷം അവനത് ആരാണെന്ന് കണ്ട് ഷോക്കാവും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു. ഗോക്കു ആണെങ്കിൽ അടുത്ത് വരുന്നത് കണ്ട് അവൻ ഞെട്ടും. ഓ നോ, ഇത് സംഭവിക്കാനായിട്ട് പാടില്ല. ഇവരൊക്കെ ഞാൻ ഓൾറെഡി തകർത്തു എന്ന് കരുതിയതാണ്. ഇവരെങ്ങനെയാ ബോംബിൽ നിന്ന് രക്ഷപ്പെട്ടു? എത്രയും വേഗം എനിക്ക് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം. ഞാൻ കരുതും പോലെ ഇവൻ അത്ര സിമ്പിളായിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കോപ്റ്ററിന്റെ സ്പീഡ് കൂട്ടും. കോപ്റ്ററാണെങ്കിൽ നല്ല സ്പീഡിൽ മുൻപോട്ടേക്ക് പോകും. ഗോക്കു ആ കോപ്റ്ററിനെ തന്നെ നോക്കും. അതിനുശേഷം ഫ്ലൈയിങ് നിംബസിന്റെ സ്പീഡ് കൂട്ടുകയാണ്. ഇവിടെ ക്യാപ്റ്റൻ ബ്ലൂവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ കീഴടക്കിയ സന്തോഷത്തിൽ അങ്ങനെ ഹായ് ആയിട്ടിരിക്കും. ഇനി ആ ചെറുക്കന് എന്റെ 7 അയലത്ത് പോലും എത്താൻ പറ്റില്ല. ഞാനിപ്പോ അത്രത്തോളം ദൂരെയാണ്. എൻ്റെ കോപ്റ്ററിൻ്റെ സ്പീഡ് അത് വളരെ കൂടുതലാണെന്ന് പറഞ്ഞ് അവർ റിലാക്സ് ചെയ്യും. അടുത്ത നിമിഷം അവൻ്റെ തൊട്ടു പുറകിൽ സാക്ഷാൽ ഗോക്കു. ബ്ലൂ ആണെങ്കിൽ വീണ്ടും കോപ്റ്ററിൻ്റെ സ്പീഡ് അത് കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിന് ഗോക്കു ആണെങ്കിൽ കട്ടയ്ക്ക് വിട്ടുകൊടുക്കാതെ അവൻ്റെ കോപ്റ്ററിന് മുൻപിലേക്ക് വന്ന് അവനോട് വിളിച്ചു പറയും, മര്യാദയ്ക്ക് ഡ്രാഗൺ ബോൾ അത് തിരിച്ചതാ, അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഞാൻ തകർക്കുമെന്ന് പറയും. അത് മൈൻഡ് ചെയ്യാതെ അവനാണെങ്കിൽ കൂടുതൽ സ്പീഡിൽ കോപ്റ്റർ മുൻപോട്ടേക്ക് കൊണ്ടുപോകും. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ച് സ്പീഡിൽ മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. അടുത്ത നിമിഷം ആ കോപ്റ്റർ അതിന്റെ കൺട്രോൾ മുഴുവനായിട്ട് നഷ്ടപ്പെട്ട് അത് കൺട്രോൾ നശിച്ച് എവിടേക്കൊക്കെയോ പറന്നു പോകും. ആണെങ്കിൽ പേടിച്ച് നിലവിളിക്കും, ഓ നോ, എന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു, എങ്ങനെയെങ്കിലും ഈ കോപ്റ്റർ ഒരു വെള്ളത്തിൽ ഇറക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചുറ്റും ഒക്കെയാണുള്ളതെന്ന് ക്യാമറയിൽ ചെക്ക് ചെയ്യും. അവൻ ആവശ്യമായിട്ടുള്ള വെള്ളമോ തടാകമോ അങ്ങനെ ഒന്നും തന്നെ ചുറ്റും കാണുന്നില്ല. കോപ്റ്റർ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു സിറ്റിയുടെ മുകളിലൂടെയാണ്. അത് താഴേക്ക് വീണ ആ സിറ്റി തന്നെ തവിട് പൊടിയാക്കും. ഗോക്കു ആണെങ്കിൽ ഒരു കാരണവശാലും നിന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവന്റെ പിന്നാലെ പാഞ്ഞടുക്കും. അവനാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അതിന്റെ കൺട്രോൾ വീണ്ടെടുത്ത് വീണ്ടും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. കട്ട് ചെയ്ത ഒരു ഗ്രാമം കാണിക്കും. അവിടെയാണെങ്കിൽ ഇലകളും സസ്യങ്ങളും മൃഗങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ ബാറ് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് ക്യാഷ്വലായിട്ട് സംസാരിച്ച് ഫുഡ് കഴിക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വലിയ ശബ്ദം അവർ കേൾക്കുക. ശബ്ദം കേട്ട പലരും പുറത്തു വന്ന് മുകളിലേക്ക് നോക്കും. മുകളിൽ മറ്റൊന്നുമല്ല, നമ്മുടെ ആൾക്കാരുടെ ക്യാപ്റ്റൻ ബ്ലൂവിന്റെ ആ ഹെലികോപ്റ്ററും അതിന്റെ തൊട്ടു പിന്നാലെ നിംബസും ഗോക്കുവും. എല്ലാവരും അതിശയത്തോടു കൂടെ അതിനെ നോക്കി നിൽക്കും. ക്യാപ്റ്റൻ ബ്ലൂവിന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. ഈ ചെക്കനെ കൊണ്ട് എങ്ങനെ ഇത്രയും സ്പീഡിൽ വരാൻ കഴിയുന്നു? ഇത് ശരിക്കും അവിശ്വസനീയമാണ്. ുള്ള കൊച്ചു ക്ലൗഡ് ആണെങ്കിൽ നിംബസ് ക്ലൗഡിനെ കണ്ട് വണ്ടറടിക്കും. ആ സമയം നമ്മുടെ ഗോക്കു അവനവന്റെ സ്റ്റിക്ക് അങ്ങനെ നീട്ടി ആ ഹെലികോപ്റ്ററിനെ ആഞ്ഞടിക്കും. അടികിട്ടി കോപ്റ്റർ ഒന്ന് ജെർക്കാവെങ്കിലും കാര്യമായിട്ട് അതിന് പരിക്കുകളൊന്നും സംഭവിക്കാതെ അത് വീണ്ടും സ്കൈയിൽ ഫ്ലൈ ചെയ്യുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ കോപ്റ്ററിന്റെ തൊട്ട് പുറകിൽ വരും. അത് കണ്ട ആ ഒരു ക്യാപ്റ്റൻ അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഒരു പ്രത്യേകതരം ബട്ടൺ അത് അമർത്തുകയാണ്. അടുത്ത നിമിഷം അതിൽ നിന്ന് വലിയൊരു ഫോഴ്സ് അത് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് ഗോക്കുവിനെ അടിച്ച് തെറിപ്പിക്കും. കൺട്രോൾ പോയ ഗോക്കു ആണെങ്കിൽ താഴേക്ക് വീഴും. ആ സമയം മുൻപിലുണ്ടായിരുന്ന ഒരു മൗണ്ടെയിൻ ഇത് ശ്രദ്ധയിൽപ്പെടാതെ ഇപ്പൊ ക്യാപ്റ്റന്റെ ആ ഒരു ഹെലികോപ്റ്റർ അത് ആ മൗണ്ടെയിനിൽ ആഞ്ഞടിച്ച് പൊട്ടി അങ്ങനെ തകരുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ കാഴ്ച കണ്ട് സന്തോഷിക്കും. വാവ്, ഞാൻ താഴെ പോയാലും കുഴപ്പമില്ല, ആ ഒരു ഹെലികോപ്റ്റർ അത് തകർന്നു എന്ന് പറഞ്ഞ് അവൻ സന്തോഷിക്കും. അവൻ മുൻപോട്ടേക്ക് നോക്കും. അവൻ വലിയൊരു പാലസിന് മുൻപിൽ വന്ന് എത്തിയിരിക്കുകയാണ്. അവന്റെ മുൻപിൽ ഏഞ്ചൽസിനെ പോലെ തോന്നിപ്പിക്കുന്ന കുറച്ച് കുട്ടികൾ. ഇവരാരാണ്, താനിപ്പോൾ എവിടെയാണെന്ന് ചിന്തിച്ച് ഗോക്കു അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.